എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവില്ല തമ്പനയിൽ കണ്ടപ്പോൾ. എല്ലാവരും കുറെ നാളായി പറഞ്ഞു ചേച്ചി എന്തെങ്കിലും വെജിറ്റേറിയൻ റെസിപ്പീസ് ഇട്, അതുപോലെ ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ എന്തെങ്കിലും റെസിപ്പി ഇട് ചേച്ചി. പക്ഷെ നിങ്ങളൊക്കെ കാണുമെന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ ഇടാതിരുന്നിരുന്നത്. അപ്പൊ ഇപ്പൊ കുറെ പേര് ഇങ്ങനെ പറയാൻ കാരണം ഞാൻ വിചാരിച്ചു ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ഇടാന്നുള്ളത്. നൂലപ്പം തന്നെയാവാന്ന് ചോദിച്ചു. നമ്മൾ അരിപ്പൊടിയോ പച്ചരിയോ ഒന്നുമില്ലാതെ അരിയുടേതായ ഒരു സാധനങ്ങൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. കിട്ടില്ല നൂലപ്പം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. അരിയുടെ നൂലപ്പം അല്ല എന്നുള്ളത് തോന്നില്ല അത്ര പെട്ടെന്നൊന്നും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് തയ്യാറാക്കുന്നത് വേറെ ഒന്നും വെച്ചിട്ടല്ല, റവ വെച്ചിട്ടാണ്. കിട്ടില്ല നൂലപ്പാണ് കേട്ടോ. വെള്ളം കൂടിപ്പോയോ കുറഞ്ഞു പോയോ മാവ് പൊട്ടി വരിക ആ ഒരു പ്രശ്നം ഇതിനുണ്ടാവണില്ല. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. പിന്നെ കൂടുതൽ നേരം നിങ്ങൾ വേവിക്കൊന്നും വേണ്ട, 2-3 മിനിറ്റ് ഞാനത് വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഒരു സമയം മാത്രം വെച്ചാൽ മതി. കൂടുതൽ സമയം വേവിക്കാനായിട്ട് വെച്ചാൽ ഇതിന് പൊട്ടയാണ് കേട്ടോ. 2-3 മിനിറ്റ് മാത്രമേ തീയത്ത് വെക്കാവൂ. അപ്പൊ ഇതിന് കൂടെ ഞാൻ കഴിക്കുന്നത് സ്റ്റ്യൂ ആണ്. അതൊരു പ്രത്യേക സ്റ്റ്യൂ ആണ്. അതും അത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഉപയോഗിക്കാതെ ഒരു വീട്ടിലെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും ആ ഒരു സാധനം. അത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റ്യൂ തയ്യാറാക്കിയേക്കണത്. ഇതിനുള്ള റെസ്പോൺസ് എങ്ങനെയാന്ന് നോക്കട്ടെ ഞാൻ. എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടുള്ളൂ. സ്റ്റ്യൂവിന്റെ കിഡിലെ സ്റ്റ്യൂ ആണ് അത്. അതിനെ കുറിച്ച് ഇതിൽ പറയണില്ല. ഇതിപ്പോ നമ്മുടെ റവയുടെ നൂലപ്പത്തിന്റെ വീഡിയോ ആണ്. അപ്പൊ ഇതില് ഞാനത് പറയണില്ല. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടണോ വേണ്ടേ നോക്കട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് കിഡിലൻ എന്ന് പറഞ്ഞ പോലെ കിഡിലൻ എന്ന് പറയണം നൂലപ്പം തയ്യാറാക്കാൻ നോക്കാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ വിട്ടുപോകുന്നുണ്ട് തുടക്കത്തില്. നിങ്ങളതൊന്നും മറക്കരുത്. നിങ്ങളൊക്കെ അത് നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തോളോ, മറക്കരുത്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ. ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് കിഡിലൻ നൂൽപുട്ട് തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ നൂലപ്പം തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. കണ്ടോ, റവ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. ഇത് വറുത്ത റവയൊന്നല്ല കേട്ടോ, സാധാ റവ. നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന സാധാ റവയാണ്, വറുത്ത റവയല്ല കേട്ടോ, സാധാ റവയാണ്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഇപ്പുറത്തെ ഒരു പാത്രത്തില് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. അപ്പൊ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ച് വരണം. പിന്നെ നമ്മൾ എപ്പോഴും നൂലപ്പത്തിന് ചെയ്യണ പോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിൽ നോക്കുക. ഉപ്പൊന്നിട്ടതിന് ശേഷം പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ, നല്ലതാണ് കേട്ടോ, ചേർത്ത് കൊടുത്തോ. നല്ല മയമായിട്ട് വരും. ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കണം. ആ നേരത്താണ് നമ്മൾ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ വെള്ളം കണ്ടോ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ ആദ്യം റവ ചേർക്കുമ്പോൾ. അതിനുശേഷം തീ കൂട്ടിയാൽ മതി. ഇനി ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വലിഞ്ഞു കിട്ടും. റവ ചേർത്ത് കൊടുത്തിട്ട് തീ കൂട്ടി വെക്കാം. അപ്പൊ എന്നിട്ട് ഒരു മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് കണ്ടോ ഈ ഒരു പരിവായിട്ട് വരും. നമുക്ക് ഈ ഒരു പരിവായിട്ട് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു മൂടിയിട്ട് ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് എങ്ങാനും മൂടി വെക്കുക. അത് ആ ചൂട്ടത്തിരുന്ന് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു 3 മിനിറ്റ് എങ്ങാനും മൂടി വെച്ചാൽ മതി, അതേ സമയമൊന്നും വേണ്ട. ഇതിപ്പോ ഞാന് തുറന്നു കൂട്ടാ മൂടി. ഒരു 2-3-4 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒന്ന് തുറന്നു. ഇനി ആ ആവി ഒന്ന് പൊക്കോട്ടെ കേട്ടോ. നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ട് എടുത്തിടാൻ പറ്റില്ലല്ലോ. അപ്പൊ കൈമ ഒന്ന് തൊടാവുന്ന ഒരു പരുവത്തിന് ഒന്ന് ചൂടാറട്ടെ. നല്ല പച്ചവെള്ളം പോലെ ആവണ്ട, ഒന്ന് ചൂടാറി കിട്ടിയാൽ മതി. ഇനിയിപ്പോ നമുക്ക് എല്ലാവരും ചെയ്യണ പോലെ തന്നെ സാധാ നമ്മുടെ അരിയുടെ നൂലപ്പം ഉണ്ടാക്കണ പോലെ തന്നെ അച്ചെടുക്കുക. അച്ചിന്റെ ഉള്ളിലേക്ക് ഇതൊന്ന് നിറച്ചു കൊടുക്കണം. ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇത് കുഴച്ച് മയപ്പെടുത്തൊന്നും വേണ്ട, വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് ഇതിൽ നിറച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് പിഴിയാം. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടില് നമ്മുടെ അതിൽ ഉണ്ടയായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ഇതിലാണ് കേട്ടോ നൂൽപുട്ട് എപ്പോഴും ഉണ്ടാക്കാറ്. അരിയുടെ ആണെങ്കിലും ഇതിന്റെ ആണെങ്കിലും ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ ഇതിലാണ് ഞാൻ ഉണ്ടാക്കാറ് എപ്പോഴും. അപ്പൊ ഇനി നമുക്ക് പിഴിയാം. വളരെ ഈസി ആയിട്ട് തന്നെ വരും കേട്ടോ. കണ്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളൊന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി, സുന്ദരമായിട്ടുള്ളൊന്ന് പോന്നോളൂ. പിന്നെ ഇതിന്റെ കട്ടി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ലെയർ ചുറ്റണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എപ്പോഴും ഏത് നൂലപ്പാണെങ്കിലും അധികം അങ്ങ് ചുറ്റി നിറയ്ക്കണേക്കാട്ടി നല്ലത് ഇത്തിരീശ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിപ്പോ ഒരെണ്ണം ആയിട്ടുണ്ട്. അതുപോലെ എല്ലാം നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. എല്ലാം ഇങ്ങനെ അടക്കി വെച്ചു കൊടുത്തിട്ട്
ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഈ മാവ് നമ്മുടെ തണുക്കാനായിട്ട് സമ്മതിക്കരുത് കേട്ടോ. ആ ഒരു ചൂടിൽ അതങ്ങനെ മൂടിയിരിക്കണം. മാവിനൊരു ചെറിയ ചൂട് വേണം, എന്നാലാണ് നൂലപ്പം ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ നൂലപ്പം ഞാനിതേ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറിലാണ് ഈ നൂലപ്പത്തിൻ്റെ ഈ പാത്രം കൊള്ളുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം ഇഷ്ടമുള്ള പാത്രത്തിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് മതി കേട്ടോ സമയം. 5 മിനിറ്റിലും കൂടെ ഉണ്ടാട്ടോ, കുറഞ്ഞാലും വിരോധമില്ല, കൂടരുത്. അപ്പോൾ അതേ കുക്കറിൽ നിന്ന് നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ എല്ലാ നൂലപ്പും റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇത് കണ്ടോ, തൊടുമ്പത്തേനും എന്തൊരു സോഫ്റ്റാന്ന് നോക്കിയേ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇതിന്റെ അടിയിൽ ഈ പാത്രത്തിൽ എണ്ണ പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, കണ്ടോ നമ്മുടെ നൂലപ്പം എത്ര സോഫ്റ്റാന്ന് നോക്കി. പഞ്ഞി പോലെ ഇരിക്കുന്ന നൂലപ്പാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അരിയുടെ അല്ലാന്ന് പെട്ടെന്ന് ആരും പറയില്ല, അതേ രുചി തന്നെയാണ്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള നൂലപ്പൊക്കെ കൂടി എല്ലാതും തയ്യാറാക്കി എടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇരുന്ന് കുലുങ്ങുന്നത് നോക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. എനിക്ക് 6 എണ്ണം കിട്ടി. അവസാനത്തെ ഒരെണ്ണം ചെറുതായിരുന്നു കേട്ടോ. കണ്ടോ എത്ര സോഫ്റ്റാന്ന് നോക്കിയപ്പോൾ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തൊടാൻ തന്നെ പറ്റണില്ല, നല്ല സോഫ്റ്റാണ് അപ്പം. കണ്ടോ ഇത് നല്ല അപ്പങ്ങളാണ് നോക്കിയേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അവസാനത്തെ ഈ ഒരെണ്ണം ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ കാരണം എനിക്ക് കുറേ സമയം കഴിഞ്ഞിട്ട് അവസാനത്തെ ഈ ഒരെണ്ണം പിഴിഞ്ഞത് ഞാൻ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇളം ചൂടോട് കൂടി തന്നെ ഇത് പിഴിയണം കേട്ടോ. ഞാൻ എപ്പോഴും ചൂടോട് കൂടി തന്നെ പിഴിയാറ പതിവ്. ഇതിപ്പോൾ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴാണ് ആ കാര്യം പിടികിട്ടിയത് എനിക്ക്. നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ പിഴിയുമ്പോൾ ഒരിത്തിരി മുറുക്കം വരും അച്ചിലിട്ട് തിരിക്കണ നേരത്ത്. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ നിങ്ങൾ തിരിച്ച് വേവിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഡയറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ കഴിച്ചായിരുന്നതാണ്. പക്ഷേ റവ കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല കഴിക്കാൻ, പല അഭിപ്രായങ്ങളാണ്. എങ്കിലും നമ്മൾ ഉപ്പുമാവ് കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഇത് നൂലപ്പം നമുക്ക് അരിയുടെ കഴിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ റവയുടെ ഈ നൂലപ്പാണ് ഉണ്ടാക്കി കഴിച്ചിരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റ്യൂ. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിത്രോസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇതേ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വന്നത് കണ്ടോ, അതിലും ഒന്ന് ടച്ച് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.